ചെയർമാൻ സ്ഥാനത്തിലടക്കം യൂത്ത് ലീഗ് നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് പട്ടികയടക്കം നേതാക്കൾ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നു എന്ന വിവരവും. നടി ലക്ഷ്മിപ്രിയക്കെതിരെയുള്ള പരാതിയിലെ എഫ്ഐആറിൽ ആഭ്യന്തരമന്ത്രിയുടെ അൻസിബ ഹസൻ എഫ്ഐആർ ഇട്ടു എന്ന ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം വാസ്തവ വിരുദ്ധമാണ്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ആഭ്യന്തരമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് അൻസിബ ആഭ്യന്തരമന്ത്രിയെ ടാഗ് ചെയ്ത FB പോസ്റ്റിലാണ് കുറ്റപ്പെടുത്തൽ. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലേബി, കേസെടുക്കാനാകില്ല എന്ന നിലപാട് പോലീസ് കഴിഞ്ഞ ദിവസവും സ്വീകരിച്ചതാണ്. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന അത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ ഉണ്ടായതാണ് എന്നാണ് അൻസിബ പറയുന്നത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? മാധു, കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയുടെ മാധ്യമങ്ങൾ ഇക്കാര്യം തിരക്കിയിരുന്നു. അപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. എഫ്ഐആർ ഇട്ട ഒരു വിഷയത്തിൽ താൻ ഇടപെടുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ അതിനെതിരെ അപ്പോൾ തന്നെ ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അൻസിബ രംഗത്ത് വന്നിരുന്നു. അൻസിബ, ആഭ്യന്തരമന്ത്രി അങ്ങയെ പറ്റിച്ചതാണ് പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു സർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിന് പിന്നാലെയാണ് അല്പം മുമ്പ് വീണ്ടും വളരെ വിശദമായ ഒരു FB കുറിപ്പ് അൻസിബ ഹാസൻ ഇട്ടിരിക്കുന്നത്. അതായത് തന്നെ എഫ്ഐആർ ഇട്ടോ എന്നറിയാനല്ല താൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചത്, അതല്ല മറിച്ച് തന്നെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിക്കുന്നത് തടയാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയെ വിളിച്ചത്. അതിനിടയിലാണ് എഫ്ഐആർ ഇട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി താൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ രൂക്ഷമായി തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ടാണ് അൻസിബ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, ആദ്യം പുറത്തു വന്ന ചില വീഡിയോ ക്ലിപ്പുകളിലൂടെ തനിക്ക് വലിയ തോതിൽ മാനഹാനി ഉണ്ടാകും എന്ന ബോധ്യത്തിൽ ആ മുഴുനീള യൂട്യൂബ് ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് താൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചത്. എഫ്ഐആർ ഇട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. താൻ ആശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി പിറ്റേ ദിവസം തനിക്കെതിരെ വലിയ ആരോപണങ്ങളും തന്നെ സ്വഭാവഹത്യ ചെയ്യുന്നതുമായ തരത്തിലുള്ള ഒരു മുഴുനീള യൂട്യൂബ് ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അതായത് തടയാനുള്ള തന്റെ ശ്രമത്തിനെ അത് ഇല്ലാതാക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് എന്ന ആരോപണം. തീർച്ചയായും മാധു, അതുതന്നെയാണ്. വളരെ രീതിയിലുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. തനിക്കെതിരെ തനിക്ക് വലിയ തിരുത്താനാകാത്ത രീതിയിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് അതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിക്കുന്നത്. തിരുത്താനാകാത്ത വ്യക്തിഹത്യ തനിക്കെതിരെ ഉണ്ടാകും, സ്ത്രീത്വത്തെ അപമാനിക്കലുണ്ടാകും. അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയെ വിളിച്ചത്. അദ്ദേഹം അത് തടയും എന്നുള്ള ഉറപ്പും അൻസിബയ്ക്ക് നൽകിയിരുന്നു എന്ന് അൻസിബ പറയുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അതിൽ ആശ്വാസം കണ്ടെത്തി അൻസിബ ഇരിക്കുന്ന സമയത്താണ് ഇതിന്റെ മുഴുനീള വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ആരാണോ തന്നെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിനിടയിൽ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതോ അവർ തന്നെ അതിന്റെ മുഴുനീള വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനവുമായി അൻസിബ രംഗത്ത് വന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ തടഞ്ഞില്ല എന്ന് മാത്രമല്ല, എഫ്ഐആർ ഇട്ടു എന്നത് വാസ്തവ വിരുദ്ധമാണ് എന്ന ഗുരുതരമായ ആരോപണവും അൻസിബ ഉന്നയിക്കുന്നു. അത് മാത്രമല്ല, പാലാരിവട്ടം പോലീസ് തന്നെ ഇത്തരത്തിൽ വാദിയായ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ താൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരെ രക്ഷിക്കാനുള്ള തെളിവുകളാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു മാനനഷ്ട കേസായി മാത്രം ഇതിനെ ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനാണ് ഇത്തരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആഭ്യന്തരമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പോലീസിന്റെ ഒരു നീതി അത് തനിക്ക് കൂടി അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും താൻ നിയമത്തിന്റെ വാതിൽ ഇങ്ങനെ തുടർച്ചയായി മുട്ടിക്കൊണ്ടേയിരിക്കും എന്ന് അൻസിബ FB പോസ്റ്റിലൂടെ ഇപ്പോൾ പറയുന്നു. ലേബി സജീന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് ഈ പോസ്റ്റ് അൻസിബ അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: കാക്കിക്കുള്ളിൽ നിങ്ങൾ ആരായാലും നിയമപരമായ നിങ്ങളുടെ സഹായവും സംരക്ഷണവും എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ വാതിൽ മുട്ടുന്നത്. നീതി ലഭിക്കുന്നതുവരെ ആ വാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കും. അൻസിബ ഹസൻ എന്നാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്.